ഹായ് എവരിവൺ, എല്ലാവർക്കും യുറേക്ക ക്രാഷ് കോഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ചെയ്യരുത്. ക്ലബ് ഹൗസ് പോലുള്ള ആപ്പിനകത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ കയറി ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് CHSL-ഉം CGL-ഉം MTS-ഉം എക്സാം എല്ലാം വരും. അപ്പോൾ പിന്നെ ചെറുപറ എക്സാം ആയിരിക്കും. നമുക്ക് ടൈം ഒട്ടും കിട്ടില്ല അവസാനമായിട്ട് പഠിക്കാൻ വേണ്ടി. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ജോമെട്രിയിലെ ഇൻസെൻറ്റർ. അപ്പോൾ ജോമെട്രിയിലെ ഇൻസെൻറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2019 CGL-നാണെങ്കിലും 2020 CGL-ഉം CHSL-ഉം ഒക്കെ കഴിഞ്ഞു. CHSL-ന്റെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻസെൻറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ TCS-ന് വളരെ ഫേവറേറ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഇൻസെൻറ്റർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻസെൻറ്ററിൻ്റെ മുഴുവൻ കൺസെപ്റ്റുകളും പഠിക്കും. അതിൻ്റെ കൂടെ തന്നെ, അതായത് നമുക്ക് വേണ്ടുന്ന എല്ലാ കൺസെപ്റ്റുകളും നോക്കും. അതിൻ്റെ കൂടെ തന്നെ TCS ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസെൻറ്ററിൻ്റെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും. അതായത് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇൻസെൻറ്ററിനെ കുറിച്ചുള്ള ഫുൾ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പം പുതിയൊരു ബാച്ചൂടെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പലരും ചോദിച്ചിരുന്നു. അപ്പോൾ സെക്കൻഡ് ബാച്ച് ഇപ്പോൾ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ബാച്ചിൽ ഇനി അഡ്മിഷൻ എടുക്കാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിക്കുക. നമ്മൾ ഇതുപോലെ ഫുൾ ഡീറ്റെയിൽഡ് കോഴ്സായിട്ടാണ് എടുക്കുന്നത്. ഈ മാത്സിൻ്റെ കോഴ്സ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSC CGL എഴുതാം. CHSL-ഉം MTS-നും CPO-യ്ക്കും എല്ലാ എക്സാമിനും ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ പ്രാക്ടീസ് ഷീറ്റ് ഉണ്ട് നമ്മുടെ. അതുപോലെ തന്നെ 100-120 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അതായത് 100-120 മണിക്കൂർ നമ്മൾ ക്ലാസ്സിൽ കൺസെപ്റ്റും നമ്മുടെ പ്രാക്ടീസ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻസും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സോൾഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, ചെറിയൊരു ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, അതിന്റെ ക്ലാസ്സുകളും എല്ലാം കൂടെ ഉള്ളൊരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉടനെ യൂട്യൂബിനകത്ത് നമ്മൾ ചെറിയൊരു അരമണിക്കൂർ സെഷൻസ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും ഫ്രീ ലൈവ് സെഷൻസ്, അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള TCS ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള സെഷൻസ് ഒക്കെ നമ്മൾ ഉടനെ യൂട്യൂബിൽ ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇൻസെൻറ്ററിൻ്റെ ക്ലാസ് ആണ്. അപ്പം വെറുതെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കരുത്, ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ജോമെട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് സെൻറ്റേഴ്സ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ സെൻറ്റേഴ്സ് ഓഫ് ദ ട്രയാങ്കിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസെൻറ്റർ. അപ്പോൾ ഇൻസെൻറ്ററിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൺസെപ്റ്റും നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഫസ്റ്റ് ഇൻസെൻറ്റർ, സെൻറ്റേഴ്സ് ഓഫ് ദ ട്രയാങ്കിളിൽ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇൻസെൻറ്റർ, സർക്കംസെൻറ്റർ, സെൻട്രോയിഡ്, ഓർത്തോ സെൻറ്റർ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെൻറ്ററിൻ്റെ എല്ലാ കൺസെപ്റ്റ്സും നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻസെൻറ്റർ ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ എന്താണ് ഇൻസെൻറ്റർ ഓഫ് എ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ആ സർക്കിളിനെ ഇൻസൈഡ്, ഒരു ട്രയാങ്കിളിന്റെ ഇൻസൈഡ് നമുക്ക് ആ ട്രയാങ്കിളിന്റെ സൈഡ്സിനെ എല്ലാം ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ആ സർക്കിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻ സർക്കിൾ. അപ്പൊ ആ ഇൻ സർക്കിളിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസെൻറ്റർ. സോ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ആ ട്രയാങ്കിളിന്റെ സൈഡ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇൻസൈഡ് വരയ്ക്കുന്ന സർക്കിൾ ആണ് എന്ത്? ഇൻ സർക്കിൾ. ഈ സർക്കിളിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻ സെന്റർ. ഓക്കെ, അപ്പൊ എല്ലാ ട്രയാങ്കിൾസിനും എന്താണ്? ഇൻ സെന്റർ ഓൾവേസ് ലൈസ് ഇൻസൈഡ് ആയിരിക്കും. അപ്പൊ ഇൻ സെന്ററിനെ കുറിച്ച് ഞാൻ 2-3 പോയിന്റ്സ് പറയാം. നിങ്ങൾ ആ പോയിന്റ്സ് എഴുതിയെടുക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ സെന്റർ ഓൾവേസ് ലൈസ് ഇൻസൈഡ് ദ ട്രയാങ്കിൾ. ഓൾവേസ് ലൈസ് ഇൻസൈഡ് ദ ട്രയാങ്കിൾ. എല്ലാ ട്രയാങ്കിളിന്റെയും എന്തായിരിക്കും? ഇൻ സെന്റർ ഓൾവേസ് ഇൻസൈഡ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, എങ്ങനെയാണ് ഇൻ സെന്റർ ഫോം ചെയ്യുന്നത്? എങ്ങനെയാണ് ഇൻ സെന്റർ ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആംഗിൾ ബൈസെക്ടേഴ്സ്. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇൻ സെന്റർ. ഒരു ട്രയാങ്കിളിന്റെ അല്ല, എല്ലാ ട്രയാങ്കിളിന്റെയും ആംഗിൾ ബൈസെക്ടേഴ്സ് എന്താണ്? കൺകറന്റ് ആണ്. അപ്പൊ ആ കൺകറന്റ് പോയിന്റ് ആണ് എന്ത്? ഇൻ സെന്റർ ആയിട്ട് കിട്ടുന്നത്. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടോട്ട് വരച്ചിട്ട് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. ഈ ഇൻ സെന്ററിന് ഇത് ആംഗിൾ ബൈസെക്ടർ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ജസ്റ്റ് നമ്മൾ താഴോട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ്?
കാരണം റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം സർക്കിളിൽ ഒരു പോയിന്റ് അല്ലേ ടച്ച് ചെയ്യുന്നുള്ളൂ, അപ്പൊ ടാൻജന്റ് ആയിരിക്കും. അപ്പൊ സർക്കിൾ ടാൻജന്റിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്ത്, ഒരു സർക്കിളിന് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ റേഡിയസിൽ നിന്ന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ റേഡിയസും ടാൻജന്റും എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇത് 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ജസ്റ്റ് സിമിലർലി നമ്മൾ ഇതിലൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതും 90 ഡിഗ്രി ആയി അല്ലെ. അപ്പൊ ഇത് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയില്ലേ. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഈ സൈഡ് കോമൺ ആണ്, ഈ സൈഡും ഈക്വൽ ആണ്. ഈ സൈഡ് രണ്ടും എങ്ങനെയാണ് ഈക്വൽ ആവുന്നത്, സർക്കിൾസിൽ നമ്മൾ പഠിക്കും എങ്ങനെയാണ്, എന്താണ് സർക്കിൾസിൽ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മൾ രണ്ട് ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ടാൻജന്റിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് PB എന്ന് പറഞ്ഞ രണ്ട് ടാൻജന്റ് നമ്മൾ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് PA is equal to PB. ഇതൊക്കെ നമ്മൾ സർക്കിൾസിന്റെ ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ PA is equal to PB, ഇതിനകത്ത് ഇപ്പൊ രണ്ട് സൈഡും ഒരു കോമൺ സൈഡും ഈക്വൽ ആണ്. അപ്പൊ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ കോൺഗ്രുവൻസി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈ രണ്ട് ട്രയാംഗിളും കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടും. ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ എന്ന് കിട്ടും. സിമിലർലി നമുക്ക് ഇവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ മൂന്ന് ആംഗിൾ ബൈസെക്ടർ ഒരു കൺകറന്റ് പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള പ്രൂഫും കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും SSCക്ക് ആവശ്യമില്ല. നിങ്ങൾ എന്ത് ഓർത്തിരിക്കുക, മൂന്ന് ആംഗിൾ ബൈസെക്ടേഴ്സ്, രണ്ട് ആംഗിൾ ബൈസെക്ടർ ആണെങ്കിലും മൂന്ന് ആംഗിൾ ബൈസെക്ടർ ആണെങ്കിലും അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഈ കൺകറന്റ് പോയിന്റ് ആണ് എന്ത്, ഇൻ സെന്റർ. സോ ഇൻ സെന്റർ ഈസ് ദ intersection of angle bisectors of a triangle. In center is the intersection of the angle bisectors of a triangle. Okay, അപ്പൊ നമ്മൾ ഒന്നുകൂടെ നോക്കാം, നമുക്ക് ഒന്നുകൂടെ വരച്ചു നോക്കാം. ഒരു ട്രയാംഗിൾ വരച്ചു, പിന്നെന്താണ് ഞാൻ പറഞ്ഞത്, ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കണം അല്ലെ. ആംഗിൾ ബൈസെക്ടേഴ്സ് വരച്ചു. അപ്പൊ ഈ മൂന്ന് ആംഗിൾ ബൈസെക്ടേഴ്സ് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇൻ സെന്റർ എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടി. ഈ സെന്ററിൽ നിന്ന് നമ്മൾ ഈ സർക്കിളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ, ആ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം, റേഡിയസ്, ഇൻ റേഡിയസ് എന്ന് വിളിക്കാം. ഇൻ റേഡിയസ് ഓഫ് ദ ട്രയാംഗിൾ അല്ലെങ്കിൽ ഇൻ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പം ഈ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിൾ ആണ് എന്ത്, ഇൻ സർക്കിൾ അല്ലെ. ഇൻസൈഡ് ഓഫ് ദാറ്റ് ട്രയാംഗിൾ, ഇൻ സർക്കിൾ ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ മൂന്ന് സൈഡിലേക്കുമുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ ഡിസ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, ഇൻ റേഡിയസ്. അപ്പൊ ഇൻ സെന്ററിൽ നിന്ന് നമ്മൾ ഈ മൂന്ന് സൈഡിലേക്കും വരയ്ക്കുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിന് പറയുന്ന പേരെന്താണ്, ഇൻ റേഡിയസ്. ഓക്കെ, ഇത്രയാണ് ഇൻ സെന്ററിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇൻ സെന്റർ ഓൾവേസ് ലൈസ് ഇൻസൈഡ് ദ ട്രയാംഗിൾ ആയിരിക്കും. ഇനി ഇൻ സെന്റർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ്, ആംഗിൾ ബൈസെക്ടേഴ്സിന്റെ ഇന്റർസെക്ഷൻ വഴിയാണ് ഇൻ സെന്റർ ഫോം ചെയ്യുന്നത്. ഇനി ഇൻ സെന്റർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇൻ സെന്ററിൽ നിന്നും ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ഇൻ റേഡിയസ്. ആ ഇൻ റേഡിയസ് വെച്ച് നമ്മൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിൾ ഈ ട്രയാംഗിളിന്റെ മൂന്ന് സൈഡ്സിനെയും ടച്ച് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ഫോം ചെയ്യുന്ന സർക്കിൾ ആണ് എന്ത്, ഇൻ സർക്കിൾ. ഇനി മാറിപ്പോവില്ലല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇൻ സർക്കിളിന്റെ കുറെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SSC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൺസെപ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർ മാർക്ക് ഇട്ട് ഓരോ കൺസെപ്റ്റുകളും എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് കൺസെപ്റ്റ് നോക്കിയോ, ഒരു ട്രയാംഗിൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ. ഈ ട്രയാംഗിളിന്റെ ആംഗിൾ ബിയുടെ ആംഗിൾ ബൈസെക്ടർ ഞാൻ വരച്ചു, ആംഗിൾ സിയുടെ ആംഗിൾ ബൈസെക്ടർ ഞാൻ വരച്ചു. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും, ഇൻ സെന്റർ ആയിരിക്കും അല്ലെ. നമ്മളിപ്പോ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇൻ സെന്റർ I എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനകത്ത് ചോദിക്കും, ഈ ആംഗിൾ A തരും, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആംഗിൾ BIC. എത്രയായിരിക്കും ആംഗിൾ BIC? ആംഗിൾ BIC is equal to 90 plus A/2 ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 2019 2020 ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തെ കുറിച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ആംഗിൾ വെച്ച് 2019 മെയിൻസിന് ക്വസ്റ്റ്യന് ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. CGL മെയിൻസിന് 90 plus A/2 ജസ്റ്റ് ആംഗിൾ A തരും, ആംഗിൾ BIC കണ്ടുപിടിക്കുക. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആംഗിൾ B ആണെങ്കിൽ ഇതിന്റെ ഇൻ സെന്റർ ആണെങ്കിൽ ഇത് എന്തായിരിക്കും, ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും.
ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ഇതും ഈക്വൽ ആയിരിക്കില്ലേ? കാരണം ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നല്ലേ? അപ്പൊ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് b/2 ആയിരിക്കും, ഇത് b/2 ആയിരിക്കും അല്ലെ? അതുപോലെ തന്നെ ആംഗിൾ സി ആണെങ്കിൽ ഇത് c/2 ആയിരിക്കും, ഇത് c/2 ആയിരിക്കും. അപ്പൊ ചെറിയ ഈ ട്രയാംഗിൾ BIC, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഈ ട്രയാംഗിൾ BIC നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ആംഗിൾ BIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെഴുതാം? ആംഗിൾ BIC, ട്രയാംഗിൾ BIC യിൽ നിന്ന് 180 ഡിഗ്രി മൈനസ് b/2 പ്ലസ് c/2 അല്ലേ? 180 ഡിഗ്രി മൈനസ് b/2 പ്ലസ് c/2, 180 ഡിഗ്രി മൈനസ് b/2 പ്ലസ് c/2. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഈ ട്രയാംഗിളിന്റെ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എന്തായിരിക്കും? സം ഓഫ് ദ ഓൾ ആംഗിൾസ്, എല്ലാ ട്രയാംഗിളിന്റെയും സം ഓഫ് ദ ആംഗിൾസ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് C എന്താണ്? 180 ഡിഗ്രിയാണ്. ജസ്റ്റ് ഞാൻ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a/2 പ്ലസ് b/2 പ്ലസ് c/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 180 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും 90 ഡിഗ്രി എന്ന് വരും അല്ലെ? അപ്പൊ ഇതിനകത്ത് b/2 പ്ലസ് c/2 നമുക്ക് ഇവിടെ കിടപ്പുണ്ട് അല്ലെ? b/2 പ്ലസ് c/2 നമുക്ക് എന്ത് കൊടുക്കാം? b/2 പ്ലസ് c/2 ഈസ് ഈക്വൽ ടു 90 മൈനസ് a/2 എന്ന് കൊടുക്കാം അല്ലെ? 90 മൈനസ് a/2 കൊടുത്തു കഴിഞ്ഞാൽ 180 മൈനസ് 90 minus a/2. So 180 minus 90 is 90 degree minus ഈ മൈനസ് അകത്തോട്ട് വരുമ്പോൾ എന്താവും? മൈനസും പ്ലസ് ആവും. സോ 90 ഡിഗ്രി പ്ലസ് a/2 എന്ന് നമുക്ക് വരും. ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ. ഓക്കെ, പക്ഷേ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചു വെക്കുക? ആംഗിൾ BIC ഈക്വൽ ടു 90 പ്ലസ് a/2 ആണെന്ന് ഡെഫിനറ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി ആംഗിൾ BIC മാത്രമാണോ? ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ജോയിൻ ചെയ്തു. അപ്പം ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ AIB, ആംഗിൾ AIB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 പ്ലസ് c/2 ആയിരിക്കും അല്ലെ? അതേപോലെ തന്നെ ആംഗിൾ AIC എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 പ്ലസ് ആംഗിൾ B/2 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, ഒരു ട്രയാംഗിൾ വരയ്ക്കുന്നു, ആംഗിൾ ബൈസെക്ടർ വരച്ചു, നമുക്ക് എന്ത് കിട്ടി? ഇൻസെന്റർ കിട്ടി അല്ലെ? ട്രയാംഗിൾ ABC ഇൻ സെന്റർ കിട്ടി. അപ്പം ഏരിയ ഓഫ് ദ ട്രയാംഗിൾ, അടുത്ത കൺസെപ്റ്റ് ആണ്, അടുത്ത ഫോർമുലയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏരിയ ഓഫ് ട്രയാംഗിൾ AIB പ്ലസ് ഏരിയ ഓഫ് ട്രയാംഗിൾ BIC പ്ലസ് ഏരിയ ഓഫ് ട്രയാംഗിൾ AIC, ഈ 3 ഏരിയ കൂട്ടിയാൽ പോലെ. അപ്പൊ ഈ 3 ഏരിയയും കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഇൻസെന്ററിന്റെ അവിടെ നിന്ന് നമുക്കറിയാം ഇവിടെ ഒരു സർക്കിൾ വരും, ആ സർക്കിൾ ഇൻസർക്കിൾ ആയിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ റേഡിയസ് അല്ലെ? ഇതായിരിക്കും നമ്മുടെ റേഡിയസ്. സോ സിമിലർലി ഇതുപോലെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ റേഡിയസ്, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ റേഡിയസ്. അപ്പം ഈ ട്രയാംഗിൾ BIC യുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഏരിയ ഓഫ് ദ ട്രയാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ബേസ് എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു BC ഇൻറ്റു R എന്ന് വരില്ലേ? ഹാഫ് ഇൻറ്റു BC ഇൻറ്റു R എന്ന് വരും. സോ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ, ഏരിയ ഓഫ് ദ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ, ടോട്ടൽ ട്രയാംഗിൾ ABC അല്ലെ? ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ABC ഡെൽറ്റ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ എനിക്ക്? ഏരിയ ഓഫ് ട്രയാംഗിൾ AIB പ്ലസ് BIC പ്ലസ് AIC എന്ന് എഴുതാം. ഈ 3 ട്രയാംഗിളിലെ സമ്മായിട്ട് എഴുതാം അല്ലെ? അപ്പൊ ഇനി ഏരിയ ഓഫ് ട്രയാംഗിൾ BIC യുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരുന്നു ഇപ്പൊ പറഞ്ഞത്? ഹാഫ് ഇൻറ്റു BC ഇൻറ്റു സ്മോൾ r. കാരണം സ്മോൾ r എന്താണ്? ഹൈറ്റ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു BC ഇൻറ്റു സ്മോൾ r. സ്മോൾ r എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻ റേഡിയസ് ആണ്. ഇൻ റേഡിയസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്മോൾ r. ഓക്കെ, ഇൻ റേഡിയസിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ആറും സർക്കം റേഡിയസിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ആറും വെച്ചിട്ടാണ്. അപ്പൊ ഹാഫ് ഇൻറ്റു BC ഇൻറ്റു R പ്ലസ് ട്രയാംഗിൾ BIC പ്ലസ് ഹാഫ് ട്രയാംഗിൾ AIB എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു AB ഇൻറ്റു R എന്ന് വരും. എഗെയിൻ AIC എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു AC ഇൻറ്റു R എന്ന് വരും. ഇങ്ങനെ എല്ലാവർക്കും വന്നോ അല്ലെ? അപ്പൊ സോ ഫൈനലി ഹാഫും ആറും ഇനി കോമൺ എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു R ഇൻറ്റു AB പ്ലസ് BC പ്ലസ് AC എന്നല്ലേ വരുന്നത്? AB പ്ലസ് BC പ്ലസ് AC എന്താണ്? AB പ്ലസ് BC പ്ലസ് BC ഈസ് കോൾഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാംഗിൾ അല്ലെ? പെരിമീറ്റർ ഓഫ് ദ ട്രയാംഗിൾ. അപ്പൊ അതിന് പെരിമീറ്റർ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് പെരിമീറ്റർ എന്ന് എഴുതുവാണ്. ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു സ്മോൾ r. സോ ഇത് പെരിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ ബൈ 2 എന്താണ്? സെമി പെരിമീറ്റർ ആണ് അല്ലെ? സെമി പെരിമീറ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? യെസ് അല്ലെ? സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെരിമീറ്ററിന്റെ ജസ്റ്റ് ഡബിൾ, അതായത് AB പ്ലസ് BC പ്ലസ് AC ബൈ 2 ആണ് എന്ത്?
പെരിമീറ്റർ. ഓക്കെ, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഹാഫ് ഇൻറ്റു ഓർ ഇൻറ്റു പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? എസ് ആണ് കിട്ടുന്നത്. therefore ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഡെൽറ്റ ഈക്വൽ ടു നമുക്ക് എന്താണ് ഫോർമുല വരുന്നത്? സ്മോൾ ആർ ഇൻറ്റു എസ്, where small r എന്താണ്? in radius of the triangle and s is called semi perimeter of the triangle. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇത് വെച്ച് നമുക്ക് പല ആപ്ലിക്കേഷൻസും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുകൂടെ ഓർത്തിരിക്കണം. അടുത്ത കൺസെപ്റ്റിലോട്ട് പോവാം. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിളിന്റെ 3 ഹൈറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻ റേഡിയസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? h1 h2 h3 are the 3 heights of a triangle, then in radius of the triangle equal to 1 by or is equal to 1 by h1 plus 1 by h2 plus 1 by h3. ഇതാണ് ഫോർമുല. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. 3 ഹൈറ്റ്സ്, ട്രയാങ്കിളിന്റെ 3 ഹൈറ്റ്സ് എന്നിട്ടുണ്ടെങ്കിൽ 1 by r is equal to 1 by h1 plus 1 by h2 plus 1 by h3. ഇൻ റേഡിയസും 3 ട്രയാങ്കിളിന്റെ ഹൈറ്റ്സും തമ്മിലുള്ള ഫോർമുലയാണ്. ഇനി നമുക്ക് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ്? ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ ബേസ്, ഈ ബേസിന് ഞാൻ എ എന്ന് കൊടുക്കുകയാണ്, ഈ ഹൈറ്റിന് ഞാൻ h1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ, ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? എല്ലാവർക്കും അറിയാമായിരിക്കും. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത്? ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് വരുമ്പോൾ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു h1 എന്ന് വരില്ലേ? അപ്പൊ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു h1 ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ എനിക്ക്? A is equal to 2 delta by h1 എന്ന് എഴുതിക്കൂടെ? സിമിലർലി ഞാൻ ഇവിടെ ഒരു ഹൈറ്റ് b യും ഇവിടെ ഒരു ഹൈറ്റ് h2 ഉം ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ സിമിലർലി b എന്ത് എഴുതാം എനിക്ക്? b is equal to 2 delta by h2 എന്ന് എഴുതിക്കൂടെ? സിമിലർലി c is equal to 2 delta by h3 എന്ന് എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്. a plus b plus c is equal to എന്ത് വരും? 2 delta by h1 plus 2 delta by h2 plus 2 delta by h3 അല്ലേ? അപ്പൊ 2 ഡെൽറ്റയും കോമൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 1 by h1 plus 1 by h2 plus 1 by h3 എന്നാവും അല്ലേ? ഈ 2 ഡെൽറ്റയെ ഞാൻ ജസ്റ്റ് താഴോട്ട് കൊണ്ടുവന്നതാണ്. a plus b plus c by 2 delta is equal to 1 by h1 plus 1 by h2 plus 1 by h3 എന്ന് വരും. ഇതെന്താണ്? a plus b plus c by 2 delta. a plus b plus c by 2 delta എന്താണ്? s അല്ല, 1 by small r ആണ് അല്ലേ? 1 by small r ആണ്. കാരണം a plus b plus c by 2 എന്താണ്? s ആണ് അല്ലേ? നമ്മൾ പഠിച്ചു ഡെൽറ്റ ഈക്വൽ ടു സ്മോൾ ആർ ഇൻറ്റു എസ്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? s by ഡെൽറ്റ. s by ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 by small r. അപ്പൊ ഈ s by ഡെൽറ്റയ്ക്ക് പകരം ഞാൻ ജസ്റ്റ് 1 by small r എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 by small r is equal to എന്ത് വരും? 1 by h1 plus 1 by h2 plus 1 by h3. അപ്പൊ 3 ഹൈറ്റ്സ് തന്നിട്ട് നിങ്ങളോട് സ്മോൾ ആർ കണ്ടുപിടിക്കാൻ, ഇൻ റേഡിയസ് ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1 by h1 plus 1 by h2 plus 1 by h3. ഓക്കെ അല്ലേ? അടുത്ത ഫോർമുല നോക്കിയോ. അടുത്ത ഇൻ സെന്റർ ഓഫ് ദ ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെ? ഇൻ സെന്റർ ഓഫ് ദ ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഇക്വലാറ്റർ ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ പ്രത്യേകത? വളരെ പാവമായിട്ടൊരു ട്രയാങ്കിൾ ആണ്. എല്ലാ സൈഡ്സിന്റെയും എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിളും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ ഇതാണ് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി. ഇക്വലാറ്റർ ട്രയാങ്കിൾ വേറെയും കുറെ പ്രോപ്പർട്ടി ഉണ്ട്. ഇക്വലാറ്റർ ട്രയാങ്കിൾ ഒരു ക്ലാസ് നമ്മൾ ഇപ്പോൾ ഉടനെ വരുന്നുണ്ട്. അപ്പൊ ഇക്വലാറ്റർ ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ ഇൻ റേഡിയസ് പറയുകയാണെങ്കിൽ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ അതെങ്ങനെയാണ് ഫോർമുല വെച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത്? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്ത് നോക്കാം. ഇപ്പൊ രണ്ട് കൺസെപ്റ്റ് ഞാൻ പറയാം. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ്, അതായത് ജസ്റ്റ് ഹൈറ്റ് ഞാൻ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഹൈറ്റ് തന്നെയാണ് ഈ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്, ഈ ട്രയാങ്കിളിന്റെ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾ ബൈസെക്ടർ, ഈ ട്രയാങ്കിളിന്റെ മീഡിയനും എല്ലാം ഈ ഒരൊറ്റ ഹൈറ്റ് തന്നെ ആയിരിക്കും. അതേപോലെ ഇക്വലാറ്റർ ട്രയാങ്കിളിൽ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് തന്നെ ആയിരിക്കും എന്ത്? ഇൻ സെന്ററും സർക്കം സെന്ററും സെൻട്രോയിഡും എല്ലാം. സോ ഇക്വലാറ്റർ ട്രയാങ്കിളിന് എല്ലാം ഒരൊറ്റ പോയിന്റിലായിരിക്കും, സിമെട്രിക്കൽ ആയിരിക്കും. സർക്കം സെന്ററും സെൻട്രോയിഡും എല്ലാം. ഇത് ഈ സംഭവത്തിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ ആകെ പറയുന്നത് എന്താണ്? ഇൻ സെന്ററിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ഈ വീഡിയോയിൽ. അപ്പം ഈ പോയിന്റ് ഇൻ സെന്ററും സർക്കം സെന്ററും എല്ലാം ആയിരിക്കും. അപ്പൊ ഈ ജസ്റ്റ് ഈ പോയിന്റ് ഇൻ സെന്റർ ആയിരിക്കും അല്ലെ? അതുപോലെ തന്നെ സെൻട്രോയിഡ് ആണെങ്കിൽ സെൻട്രോയിഡിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? സെൻട്രോയിഡ് ഏതൊരു ലൈനിനെയും ആ മീഡിയനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആയിരിക്കും. സെൻട്രോയിഡ് ആൾവേസ് ഡിവൈഡ് മീഡിയൻ ഇൻ റേഷ്യോ 2:1 ആയിരിക്കും. 2:1 റേഷ്യോയിലായിരിക്കും സെൻട്രോയിഡ് ഓൾവേസ് മീഡിയനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നാൽ എന്താണ് മീഡിയൻ? മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഒരു ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് നമ്മൾ താഴേക്ക് അടുത്ത ലൈനിലേക്ക് ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്ത ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? മീഡിയൻ. അതായത് ഇവിടെ നമ്മളൊരു മീഡിയൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ABCD എന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? BD ഈസ് ഈക്വൽ ടു DC എന്ന് പറയാം. ഓപ്പോസിറ്റ് ലൈനിനെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്ത് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ലൈനാണ് എന്ത്? മീഡിയൻ. അത് പക്ഷെ സെൻട്രോയിഡിന്റെ കേസിലെ നമ്മൾ അപ്പൊ പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ കേസ് ആയതുകൊണ്ട് പറയുകയാണ്. ഇക്വലാറ്റർ ട്രയാങ്കിൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ മീഡിയനും ഈ ആംഗിൾ ബൈസെക്ടറും ഈ ഹൈറ്റും ഓർത്തോ സെന്ററിന്റെ ലൈനും എല്ലാം എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. മോൾട്ടിറ്റ്യൂഡും എല്ലാം സെയിം തന്നെയായിരിക്കും. സോ ഇൻ സെന്റർ സെൻട്രോയിഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ സെൻട്രോയിഡ് മീഡിയനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1 ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് 2:1 റേഷ്യോയിലായിരിക്കും അല്ലെ? അപ്പൊ ഈ 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഡിസ്റ്റൻസ്, ഈ 1 ഡിസ്റ്റൻസ് ആയിരിക്കും സർക്കം റേഡിയസ്. ഓക്കെ, ഈ 2 ഡിസ്റ്റൻസ് ആയിരിക്കും, ഈ 1 ഡിസ്റ്റൻസ് ആയിരിക്കും ഇൻ റേഡിയസ്, ഈ 2 ഡിസ്റ്റൻസ് ആയിരിക്കും സർക്കം റേഡിയസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിൾ ഇൻസൈഡ് കിടക്കുന്ന സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും ഈ ചെറിയ റേഡിയസ്, ഈ 1 ഡിസ്റ്റൻസ് അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഇക്വലാറ്റർ ട്രയാങ്കിളിൽ ഒരു സർക്കം സർക്കിൾ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഈ 2 ഡിസ്റ്റൻസ് ആയിരിക്കും അതിന്റെ സർക്കം റേഡിയസ്. ഇനി ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എല്ലാവർക്കും അറിയാം. എത്രയാണ് ഹൈറ്റ്? ഇനി ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അറിയാത്തവർ നോക്കിയോ. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് √3a/2 ആണ്. ഇത് A ആണെങ്കിൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? √3a/2. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഇക്വലാറ്റർ ട്രയാങ്കിളിൽ വരുന്നുണ്ട്. ഈ √3a/2നെയാണ് 2:1 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ഈ 1 പാർട്ട് ആണല്ലോ ഇൻ റേഡിയസ്. അപ്പൊ ഈ √3a/2നെ നമ്മൾ 2:1 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ 1 പാർട്ട് ആണ് എന്ത്? ഇൻ റേഡിയസ്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? √3a/2 ഡിവൈഡഡ് ബൈ 3 അല്ലേ? ഇൻറ്റു 1 പാർട്ട്. അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? കട്ട് ചെയ്യുമ്പോൾ a/2 √3 എന്ന് വരും. Therefore small r is equal to a/2 √3 എന്ന് വരും. Therefore in radius of a equilateral triangle എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? small r is equal to a/2 √3. ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ പറയണം, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് ഒക്കെ തരും, എന്നിട്ട് ഇൻ റേഡിയസ് ഒക്കെ ചോദിക്കും. അപ്പൊ small r is equal to a/2 √3. അപ്പൊ ഇൻ റേഡിയസ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ആദ്യമേ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഹൈറ്റിനകത്ത് ഞാനൊരു സിമെട്രിക്കൽ പോയിന്റ്, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വലാറ്റർ ട്രയാങ്കിൾ വരുമ്പോൾ ഞാൻ ഒരുപാട് പറയും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഈ ലൈനിനെ 2:1 ആയിട്ട് തന്നെ ആയിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇത് തന്നെയാണ് മീഡിയൻ അല്ലെ? മീഡിയൻ സെൻട്രോയിഡിനെ ഡിവൈഡ് ചെയ്യുന്നത് 2:1 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഹൈറ്റ്, ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് √3a/2നെ 2:1 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 1 പാർട്ട് കണ്ടുപിടിച്ചപ്പോൾ സ്മോൾ r is equal to a/2 √3. ഇതിലെ 2 പാർട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്കം റേഡിയസ് കിട്ടും കേട്ടോ. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ക്യാപിറ്റൽ R എത്ര വരുന്നു? ക്യാപിറ്റൽ R is equal to a/√3 എന്ന് വരും. കാരണം എന്താണ്? ഇത് a/2 √3 ആണെങ്കിൽ ക്യാപിറ്റൽ R a/√3 ആയിരിക്കും. കാരണം ഇതിന്റെ 2 ടൈംസ് ആയിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇനി വേറെ ഒരു വഴിയും നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? ഫോർമുല മെത്തേഡ്. ഫോർമുല മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ഫോർമുല മെത്തേഡ് എന്ത് വരും? ഡെൽറ്റ is equal to small r into s അല്ലെ? ഡെൽറ്റ ഈക്വൽ ടു സ്മോൾ r into s. ഏരിയ ഓഫ് ദ ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്താണ്? ഏരിയ ഓഫ് ദ ഇക്വലാറ്റർ ട്രയാങ്കിൾ പഠിച്ചു വെച്ചോണം. √3a²/4 ആണ്. ഏരിയ ഓഫ് ദ ഇക്വലാറ്റർ ട്രയാങ്കിൾ √3a²/4 ആണ്. ഡയറക്റ്റ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ക്ലാസ് വരുമ്പോൾ ഞാൻ അതെല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയും കേട്ടോ. അപ്പൊ √3a²/4 is equal to small r into s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? സെമി പെരിമീറ്റർ അല്ലെ? പെരിമീറ്റർ എടുത്തിട്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ 3 സൈഡും സെയിം ആണ്, a ആണ് അല്ലെ? അപ്പൊ 3a/2 എന്ന് വരും. 3a/2 എന്ന് വരും. കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 2ഉം 2ഉം പോവും. ഇതോടെ കട്ട് ചെയ്യുമ്പോൾ √3 എന്ന് വരും. ഇതോടെ കട്ട് ചെയ്യുമ്പോൾ a എന്ന് വരും. Therefore small r is equal to എത്ര വരും? small r is equal to a/2 √3 എന്ന് വരും. small r is equal to a/2 √3 എന്ന് വരും. ഇവിടെയാണ് കട്ട് ചെയ്യുമ്പോൾ 2 വരുന്നത്. small r is equal to a/2 √3 എന്ന് വരും അല്ലെ? small r is equal to a/2 √3 എന്ന് വരും. a/2 √3. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസ് കണ്ടുപിടിക്കാം. പക്ഷേ ഈ കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത നമ്മൾ ഇക്വലാറ്റർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസിനെ കുറിച്ച് പറയാം.
അടുത്ത ഇൻറേഡിയസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇൻറേഡിയസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഒരു ഫോർമുല ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഫോർ എക്സാമ്പിൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഇത് എ ബി ഇത് സി എന്ന് ഞാൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ഇൻറേഡിയസ് അകത്തായിരിക്കും, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ സ്മോൾ ആർ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്താണ്? സ്മോൾ ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി ബൈ ടു. ഓക്കെ, സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ഇൻറേഡിയസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എ പ്ലസ് ബി മൈനസ് സി ബൈ ടു. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. എ പ്ലസ് ബി മൈനസ് സി ബൈ ടു. ഇനി നോക്കിയോ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എല്ലാ കാര്യങ്ങളും, അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡെറിവേഷൻ പറയുന്നുണ്ട്, കാരണം കാണാതെ പഠിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല, പഠിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ജസ്റ്റ് സ്മോൾ ആർ എന്ന് വരയ്ക്കുകയാണ്, കാരണം ഇതാണ് നമ്മുടെ ഇൻറേഡിയസ് അല്ലെ. ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഒരു റേഡിയസ് സ്മോൾ ആർ വരച്ചു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഈ റേഡിയസ് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓൾറെഡി ഇത് 90 ഡിഗ്രി ആണ്. സോ ഈ ഒരു 4 സൈഡുള്ള ഫിഗറിനകത്ത് ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. സോ ഓട്ടോമാറ്റിക്കലി ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്നത് ഓൾവേസ് ഒരു സ്ക്വയർ ആയിരിക്കും, നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇൻറേഡിയസ് ഇൻസർക്കിൾ വരച്ചു കഴിയുമ്പോൾ ഈ കോർണറിൽ ഫോം ചെയ്യുന്ന എന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും. ഇത് സ്മോൾ ആർ ആയിരിക്കും, ഇത് സ്മോൾ ആർ ആയിരിക്കും, ഇത് സ്മോൾ ആർ ആയിരിക്കും, ഇത് സ്മോൾ ആർ ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ഇത് സ്മോൾ ആർ ആണ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എ മൈനസ് ആർ ആയിരിക്കും അല്ലെ. എ മൈനസ് ആർ ആയിരിക്കും. അതേപോലെ തന്നെ ഇത് സ്മോൾ ആർ ആണ്. ഈ ഡിസ്റ്റൻസ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്നോട് ബി മൈനസ് ആർ ആയിരിക്കും അല്ലെ. ഇനി ഇത് എ മൈനസ് ആർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് സെയിം എ മൈനസ് ആർ തന്നെയായിരിക്കും. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു, സർക്കിളിനകത്ത് വരുന്ന സംഭവമാണ്. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ദിസ് ഈസ് എ മൈനസ് ആർ, ഇതും എന്തായിരിക്കും? എ മൈനസ് ആർ തന്നെയായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ ഇത് ബി മൈനസ് ആർ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? ബി മൈനസ് ആർ ആയിരിക്കും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സോ എ മൈനസ് ആറും ബി മൈനസ് ആറോടെ കൂട്ടുന്നതല്ലേ സി. So a minus r plus b minus r is equal to c. Therefore r equal to 2r is equal to ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? a plus b minus c by 2 എന്ന് വരും. സ്മോൾ ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി ബൈ 2 എന്ന് വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച് വെച്ചേക്കുക. അതായത് നമുക്ക് നോർമൽ ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടല്ലോ, 3 4 5 5 12 13 അങ്ങനെയൊക്കെയുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ഇൻറേഡിയസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ പഠിച്ചു വെച്ചേക്കുക. കാരണം 3 4 5ന്റെ ട്രയാംഗിൾ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 ഇത് 4 ഇത് 5. സ്മോൾ ആർ ഈസ് ഈക്വൽ ടു എത്ര വരും? സ്മോൾ ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി ബൈ 2. 7 മൈനസ് 5 2 by 2 is equal to 1 centimeter എന്ന് വരും അല്ലേ. അപ്പൊ 1 centimeter ആണ് ഇൻ റേഡിയസ്. 3 4 5 ട്രയാംഗിളിന്റെ ഇൻ റേഡിയസ് എത്രയാണ്? 1 centimeter. അപ്പൊ 2018 മെയിൻസിന് ചോദിച്ചായിരുന്നു 27 36 45 ട്രയാംഗിളിന്റെ ഇൻ റേഡിയസ് എത്രയാണെന്ന്. അപ്പൊ നമ്മൾ ആ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി ബൈ 2 ചെയ്യണ്ട. എന്താണ് ചെയ്തിരിക്കുന്നത്? 3 4 5ന്റെ ഒരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 27 36 45 കിട്ടില്ലേ. അപ്പൊ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 1 × 9 ഈസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ അങ്ങനെ എളുപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത റിസൾട്ട് എഴുതി വെച്ചോ. ഒരു ട്രയാംഗിൾ ഉണ്ട്. ട്രയാംഗിൾ ഒരു ഇൻറേഡിയസ് ഒരു ഇൻസർക്കിൾ വരച്ചിട്ടുണ്ട്. ഇൻസർക്കിൾ ടച്ച് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട് എ ബി സി ഡി ഇ എഫ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എക്സ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എക്സ്, ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് വൈ. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് ഇസെഡ്. എ എഫ് ഈക്വൽ ടു എക്സ് തന്നിട്ടുണ്ട്, ബി ഡി ഈക്വൽ ടു വൈ തന്നിട്ടുണ്ട്, ഇ സി ഈക്വൽ ടു ഇസെഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ റേഡിയസ് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? റൂട്ട് ഓഫ് എക്സ് വൈ ഇസെഡ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്. ഓക്കെ, സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് ഫോർമുല എഴുതാം. റൂട്ട് ഓഫ് എക്സ് വൈ ഇസെഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്. ആ ഫോർമുല ഉള്ളതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് കൺസെപ്റ്റ് എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? എ എഫ് എന്ന് പറയുന്നതും എ ഇ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ട് വരയ്ക്കുന്ന രണ്ട് ടാൻജന്റും എന്തായിരിക്കും? രണ്ട് ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും, രണ്ട് ടാൻജന്റും. അപ്പൊ എ എഫും എ ഇയും എക്സ് തന്നെ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ ബി ഡി ഈസ് ഈക്വൽ ടു ബി എഫ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല, ഇത് വൈ ആയിരിക്കും. അതുപോലെ
തന്നെ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും z ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ട്രയാങ്കിളിന്റെ ഫുൾ സൈഡ്സ് കിട്ടിയില്ലേ? ടോട്ടൽ ട്രയാങ്കിളിന്റെ ഫുൾ സൈഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ സ്മോൾ ആർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തായിരുന്നു? സ്മോൾ ആർ കണ്ടുപിടിക്കുന്ന ഫോർമുല സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ എസ്. സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ എസ്. മറന്നു പോകരുത്, സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ എസ് ആണെങ്കിൽ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. 3 സൈഡ്സ്, ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഹെറോൺസ് ഫോർമുല വെച്ചിട്ടായിരിക്കും അല്ലേ? അപ്പൊ ഹെറോൺസ് ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെറോൺസ് ഫോർമുല ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് s into s minus a into s minus b into s minus c. ഇതാണ് ഹെറോൺസ് ഫോർമുല അല്ലേ? വേർ s is equal to എന്താണ്? സെമി പെരിമീറ്റർ. a b c എന്താണ്? ട്രയാങ്കിൾസിന്റെ സൈഡ്സ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് എന്താണ്? എസ് ഈക്വൽ ടു സൈഡ്സിന്റെ പെരിമീറ്ററിന്റെ പകുതി അല്ലെ? സൈഡ്സിന്റെ പെരിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ്, എക്സ് പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് എക്സ് പ്ലസ് ഇസഡ്. അപ്പൊ എന്ത് വരും? 2x പ്ലസ് 2y പ്ലസ് 2z എന്ന് വരും. അതിന്റെ സെമി പെരിമീറ്റർ ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെമി പെരിമീറ്റർ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് വരും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് വരും. ഇനി ഫസ്റ്റ് സൈഡ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ. എസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആണ്. ഡിവൈഡഡ് ബൈ ഇൻ മൈനസ് എ. മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് എടുത്തു കഴിഞ്ഞാൽ എക്സും വൈയും പോയി, ബാക്കി എന്തായിരിക്കും ഉള്ളത്? ഇസഡ് ആയിരിക്കും അല്ലെ? അതുപോലെ തന്നെ അടുത്തത് എസ് മൈനസ് ബി ചെയ്ത് കഴിഞ്ഞാൽ എക്സും ഇസഡും പോയി, ബാക്കി എന്തായിരിക്കും? വൈ ആയിരിക്കും. അതുപോലെ തന്നെ സിമിലർലി എക്സ് എന്ന് വരും അല്ലെ? ഇനിയിപ്പോ നമുക്ക് ഏരിയ കിട്ടി. താഴെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സെമി പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ? സെമി പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് എഴുതാം, നിങ്ങൾ നോക്കിക്കോ. സെമി പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി. ഏരിയ എഴുതി. സെമി പെരിമീറ്റർ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അതായത് റൂട്ടിൽ കിടക്കുന്ന എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡും താഴെ കിടക്കുന്ന എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡും കട്ട് ആയി കഴിഞ്ഞാൽ എന്ത് വരും? താഴെ ഒരു റൂട്ട് വരും അല്ലെ? താഴെ ഒരു റൂട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് വരും. സോ ഫൈനലി റേഡിയസ് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫോർമുല കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതേപോലെ ഒരു 2 ഫോർമുലയും കൂടെ നിങ്ങൾ എഴുതിയിട്ടോ, കാരണം നമുക്കത് ആവശ്യം വരും എവിടെയെങ്കിലുമൊക്കെ. ക്വസ്റ്റ്യൻസ് ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നില്ല, പക്ഷെ 2017 ആ മെയിൻസിന്റെ സമയത്തൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്തെ കുറിച്ച് വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും അങ്ങനെ ചോദിക്കുന്നില്ല. നിങ്ങൾ പക്ഷെ ആ ഫോർമുല എഴുതിയിട്ടോ, ജസ്റ്റ് റിസൾട്ട് മാത്രം എഴുതിയിട്ടാൽ മതി. അതിന്റെ ഡെറിവേഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൽ ജസ്റ്റ് നമ്മളൊരു ഹൈറ്റ് വരച്ചു, h ഹൈറ്റ്. പിന്നെന്താണ്? ഒരു n സർക്കിൾസ് ഓഫ് ഈക്വൽ റേഡിയസ്. ഇവിടെ നമ്മളൊരു കുറെ സർക്കിൾസ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, n സർക്കിൾസ് നമ്മൾ വരച്ചിട്ടുണ്ട് ഓഫ് ഈക്വൽ റേഡിയസ്. n സർക്കിൾസ് ഓഫ് ഈക്വൽ റേഡിയസ് ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ബേസ് ചേർത്ത് നമ്മൾ n സർക്കിൾസ് ഓഫ് ഈക്വൽ റേഡിയസ് വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ s plus n minus 1 into h എന്ന് വരും. s plus n minus 1 into h, where h is the height of the triangle. Okay, where h is the height of the triangle. Height എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. Okay, small r is equal to delta divided by s plus n minus 1 into h. s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെമി പെരിമീറ്റർ ആയിരിക്കും. ഓക്കെ, s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി പെരിമീറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഫോർമുലയും കൂടെ നിങ്ങൾ എഴുതിയിട്ടോ. ഇപ്പൊ നമ്പർ ഓഫ് സർക്കിൾസ് ആണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നമ്പർ ഓഫ് സർക്കിൾസ് ഇവിടെ ഒരു 9 സർക്കിൾ ആണെങ്കിൽ 9 - 1 8 എന്ന് വരും. അപ്പൊ ഡയറക്റ്റ് നമുക്ക് സ്മോൾ ആർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. 2017 ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇത്രയും കൺസെപ്ച്വൽ കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾ പക്ഷെ എഴുതിയിട്ടോ ആ ഫോർമുലാസ് കൂടെ, ഇൻ കേസ് ചോദിച്ചാലോ. അതായത് വേറൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൽ ഒരു ഇൻസർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഇൻസർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ടും ഈ 2 സൈഡ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ വേറൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ഇവിടെ വേറൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ഇവിടെ വേറൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് റേഡിയസ് r1 എന്ന് തന്നിട്ടുണ്ട്. ഇത് സ്മോൾ r, ഇത് r1, ഇത് r2, ഇത് r3. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ് സ്മോൾ r ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് r1 r2 പ്ലസ് റൂട്ട് ഓഫ് r2 r3 പ്ലസ് റൂട്ട് ഓഫ് r1 r3 ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഫോർമുലയും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞാണ്, ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല.
ഇതൊരു ഇൻസർക്കിൾ ആണ്. ഇൻസർക്കിളിനെ ഈ ഇൻസർക്കിളിന്റെ പോയിന്റിനെയും ഈ രണ്ട് സൈഡിനെയും ടച്ച് ചെയ്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. ഇവിടെ ഈ 3 കോർണറിലും അങ്ങനെ ഒരു 3 സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും റിലേഷൻ? റൂട്ട് ഓഫ് R1 R2 പ്ലസ് റൂട്ട് ഓഫ് R2 R3 പ്ലസ് റൂട്ട് ഓഫ് R1 R3 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ മെയിൻ ആയിട്ട് കൺസെപ്റ്റുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു, തിയറിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്തിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഓരോ കൺസെപ്റ്റും അതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾ PQR തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. I is the incenter of the triangle എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? if QIR is equal to 107 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ ആംഗിൾ തന്നിട്ടുണ്ട് 107 ഡിഗ്രി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ P ആണ്. നമ്മൾ നേരത്തെ ഇതിന്റെ സംഭവം പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇത് ഇത്രയൊന്നും വരയ്ക്കേണ്ട കാര്യം പോലും ഇല്ല. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം? 90 പ്ലസ് P/2 ഈസ് ഈക്വൽ ടു 107 അല്ലേ? അപ്പൊ ഇതൂടെ കട്ട് ചെയ്യുമ്പോൾ 17 ഡിഗ്രി എന്ന് വരും. P ഈസ് ഈക്വൽ ടു 34 ഡിഗ്രി എന്ന് വരും. 5 സെക്കൻഡ് പോലും വേണ്ട നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. എന്താണ് തിയറം? ഇത് ആംഗിൾ P ആണെങ്കിൽ ഇൻ സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിൾ QIR ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 90 ഡിഗ്രി പ്ലസ് P/2 ആയിരിക്കും. 90 ഡിഗ്രി പ്ലസ് P/2. ഓക്കെ, അടുത്ത നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ, in the given figure ABC EAD is equal to 12 ഡിഗ്രി ആംഗിൾ ACB തന്നിട്ടുണ്ട് 65. അപ്പൊ ഇതിനകത്ത് രണ്ട് സംഭവം പറയാൻ, ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കൺസെപ്റ്റ് കൂടെ പറയാനുണ്ട്. അതായത് ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു. ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രത്യേകത എന്താണ്? ആംഗിളിനെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലറും വരച്ചു. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ ബൈസെക്ടർ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് D എന്ന് കൊടുത്തു. ഈ പെർപെൻഡിക്കുലർ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആംഗിൾ AE എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും മിഡിൽ കിടക്കുന്ന ഈ ആംഗിൾ DAEക്ക് ഒരു ചെറിയ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെച്ചേക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ആംഗിൾ DAE നമുക്കത് കണ്ടുപിടിക്കാം. ആംഗിൾ DAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ആംഗിൾ DAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ BAE, ആ ആംഗിളിൽ നിന്ന് ആംഗിൾ BAD കുറച്ചാൽ പോരെ? ആംഗിൾ BAE മൈനസ് ആംഗിൾ BAD ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് ആംഗിൾ DAE കിട്ടും. ആംഗിൾ BAE എന്ന് പറയുമ്പോൾ എന്ത് വരും? BAE ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പൊ ഇത് 90 ഡിഗ്രി ആണ്. ഇത് ആംഗിൾ B ആണെങ്കിൽ ആംഗിൾ BAE എന്ന് പറയുമ്പോൾ എനിക്ക് 90 മൈനസ് B എന്ന് എഴുതിക്കൂടെ? 90 മൈനസ് B, 90 ഡിഗ്രി മൈനസ് B, 90 ഡിഗ്രി മൈനസ് B, കാരണം ഓൾറെഡി 90 ഉണ്ട്, ബാക്കി രണ്ടുകൂടെ 90 ആയിരിക്കും. അപ്പൊ 90 ഡിഗ്രിയിൽ നിന്ന് ആംഗിൾ B കുറയ്ക്കുമ്പോൾ ആംഗിൾ BAE കിട്ടും അല്ലെ? ആംഗിൾ BAE കിട്ടും. ആംഗിൾ BAE എന്ന് പറയുമ്പോൾ 90 മൈനസ് B. ഇനി അടുത്ത ആംഗിൾ BAD എത്ര വരും? ആംഗിൾ BAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണ് അല്ലെ? ആംഗിൾ BAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ ആണ്. ഇത് ടോട്ടൽ ആംഗിൾ A ആണെങ്കിൽ ഇതിനെ എനിക്ക് A/2 എന്ന് എഴുതിക്കൂടെ? A/2 എന്ന് എഴുതാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു A പ്ലസ് B പ്ലസ് C ഈസ് ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി ആണ്. ഒരിക്കലും മാറില്ല അല്ലെ? സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. therefore A/2 പ്ലസ് B/2 പ്ലസ് C/2 എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് 90 ഡിഗ്രി എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഈ 90 ഡിഗ്രിക്ക് പറയാൻ എനിക്ക് A/2 പ്ലസ് B/2 പ്ലസ് C/2 എന്ന് എഴുതിക്കൂടെ? therefore A/2 പ്ലസ് B/2 പ്ലസ് C/2 മൈനസ് B മൈനസ് A/2 എന്ന് വരും അല്ലെ? മൈനസ് B മൈനസ് A/2 എന്ന് വരും. അപ്പൊ A/2 കട്ട് ചെയ്ത് പോകും. B/2 മൈനസ് B എന്ന് വരും. B/2 മൈനസ് B ഈസ് എന്താണ്? മൈനസ് B/2 മൈനസ് B മൈനസ് C/2 മൈനസ് B/2 എന്ന് വരും. സോ ഫൈനലി C/2 മൈനസ് B/2 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് ഹാഫ് ഇൻറ്റു ആംഗിൾ C മൈനസ് ആംഗിൾ B എന്ന് എഴുതാം. ഓക്കെ, ഹാഫ് ഇൻറ്റു ആംഗിൾ C മൈനസ് ആംഗിൾ B എന്ന് എഴുതാം. അപ്പൊ ഇതേപോലെയാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്.
ഇപ്പൊ ഇവിടെ 65 തന്നിട്ടുണ്ട്, നമുക്ക് ആംഗിൾ ACB തന്നിട്ടുണ്ട്, 65 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്ക് ആംഗിൾ ബി ആണ് ചോദിച്ചിരിക്കുന്നത്, ആംഗിൾ DAE ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആംഗിൾ DAE നമുക്ക് ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 12 ഡിഗ്രി ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് ആംഗിൾ DAE 12 ഡിഗ്രി തന്നിട്ടുണ്ട്, ആംഗിൾ C തന്നിട്ടുണ്ട്, ആംഗിൾ B ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ. ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 12 ഡിഗ്രി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ C 65 ഡിഗ്രി മൈനസ് എക്സ് എന്ന് വരും അല്ലേ. ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 24 ഈസ് ഈക്വൽ ടു 65 മൈനസ് എക്സ്. എക്സ് ഈക്വൽ ടു എത്ര വരും? 141 ഡിഗ്രി എന്ന് വരും. എക്സ് ഈക്വൽ ടു 41 ഡിഗ്രി എന്ന് വരും. ഇനി ഇതിനകത്തൊരു ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇത് ഞാൻ ആദ്യമേ ഇവിടെ എന്താണ് വരച്ചത്? ആംഗിൾ ബൈസെക്ടർ ആണ്. പിന്നെയാണ് ഞാൻ പെർപെൻഡിക്കുലർ വരച്ചത് അല്ലേ. അപ്പൊ ഈ ഫിഗറിൽ ഒരു ചെറിയ വ്യത്യാസം കൂടെ വരും, നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം, എക്സാമിന് തെറ്റാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ആദ്യമേ പെർപെൻഡിക്കുലർ ആണ് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ ആണ് എന്റെ ആംഗിൾ ബൈസെക്ടർ എങ്കിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇത് A, ഇത് B, ഇത് C, ഇത് DE. ആംഗിൾ DAE ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഇൻറ്റു ആംഗിൾ B മൈനസ് ആംഗിൾ C എന്ന് വരും. ഓക്കെ, ഹാഫ് ഇൻറ്റു ആംഗിൾ B മൈനസ് ആംഗിൾ C എന്ന് വരും. ഇവിടെ ആദ്യമേ പെർപെൻഡിക്കുലറും പിന്നെ ആംഗിൾ ബൈസെക്ടറും വരുവാണെങ്കിൽ ഹാഫ് ഇൻറ്റു ആംഗിൾ B മൈനസ് C എന്നും, ഇവിടെ ആണെങ്കിൽ നേരെ ഹാഫ് ഇൻറ്റു ആംഗിൾ C മൈനസ് B എന്നും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക, ഒരു ആംഗിൾ ബൈസെക്ടറും ഒരു പെർപെൻഡിക്കുലറും തന്നിട്ടുണ്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ഹാഫ് ഇൻറ്റു ഈ വലുതിൽ നിന്ന് ചെറുതങ്ങ് കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആ കൺഫ്യൂഷൻ വരത്തില്ല. ഇപ്പൊ ഹാഫ് ഇൻറ്റു വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതായിരിക്കും ഹാഫ് ഓഫ് ആംഗിൾ DAE, ഈ ഇടയ്ക്ക് വരുന്ന ആംഗിൾ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇനിയും 2019 വന്നതാണ്, ഇനിയും റിപ്പീറ്റ് ചെയ്യും. TCSന്റെ പാറ്റേൺ ആയതുകൊണ്ട് ഉറപ്പായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്ത് ഇൻ റേഡിയസ് ഓഫ് എ ട്രയാംഗിൾ തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻ റേഡിയസ് ഓഫ് എ ട്രയാംഗിൾ തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ ആൻഡ് ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് തന്നിട്ടുണ്ട് A plus B plus C. ഞാൻ ജസ്റ്റ് A plus B plus C എന്ന് എടുത്തു. A plus B plus C ഈക്വൽ ടു എത്രയായിരിക്കും? 50 സെന്റിമീറ്റർ. സം ഓഫ് ഇറ്റ് സൈഡ്സ് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ദ ട്രയാംഗിൾ. അയ്യോ, ഇതിൽ എളുപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല? സ്മോൾ r ഇൻറ്റു എസ്. സ്മോൾ r നമുക്ക് ഓൾറെഡി അറിയാം 6. എസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 50 ഡിവൈഡഡ് ബൈ 2. കാരണം സം ഓഫ് ദ സെമി പെരിമീറ്റർ ആണ് അല്ലേ. സം ഓഫ് ദ സൈഡ്സ് 50 ആണെങ്കിൽ സെമി പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും? 25 എന്ന് വരും. 6 into 25 is equal to 150 centimeter square. 150 centimeter square is the answer. Okay അല്ലേ? അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ട്രയാംഗിൾ PQR is equal to 90 ഡിഗ്രി. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് തന്നിരിക്കുന്നത് അല്ലേ. അതിനകത്ത് ഏത് ആംഗിൾ ആണ്? PQR 90 ഡിഗ്രി. അപ്പൊ Q ആണ് എന്ത്? 90 ഡിഗ്രി തന്നിരിക്കുന്നത്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? PQ 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, PR തന്നിട്ടുണ്ട് 26 സെന്റിമീറ്റർ. PR തന്നിട്ടുണ്ട് 26 സെന്റിമീറ്റർ. ദെൻ ഫൈൻഡ് ദ റേഡിയസ്. ഇൻ റേഡിയസിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ റേഡിയസിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 5, 12, 13 ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ഇതുകൊണ്ടാണ്, കാരണം ഇവിടെ 10, 26 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ ജസ്റ്റ് ഒരു 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? ഇവിടെ 5, ഇവിടെ 13. 5, 12, 13 എന്താണ്? ട്രിപ്ലറ്റ്സ് ആണ് അല്ലേ. അപ്പൊ 5ഉം 13ഉം വന്നു കഴിഞ്ഞാൽ ഇവിടെ 12 ആയിരിക്കും. പക്ഷെ 12 ആണോ വരുന്നത്? അല്ല. 12 into 2 എന്താണ്? 24 അല്ലേ. ഇപ്പൊ 24 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇനി സ്മോൾ ആർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? സ്മോൾ ആർ കണ്ടുപിടിക്കുന്ന ഫോർമുല ജസ്റ്റ് ഇതിന്റെ ഡബിൾ ആണ്. അപ്പൊ ഇത് കണ്ടുപിടിച്ചാലും മതി. 5 plus 12 17 minus 13 by 2 എന്ന് വരും. സ്മോൾ ആർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? A plus B minus C by 2. A B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12, 5, 17 മൈനസ് 13 4/2 എന്ന് വരും. 2 സെന്റിമീറ്റർ എന്ന് വരും. ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ആയിരിക്കും ഇപ്പൊ എത്ര ആയിരിക്കും? സ്മോൾ ആർ ഈസ് ഈക്വൽ ടു 2 into 2 ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന ആൻസർ വരും. ഓക്കെ, 4 സെന്റിമീറ്റർ എന്ന ആൻസർ വരും. അപ്പൊ അതേപോലെ നിങ്ങൾ ബാക്കിയുള്ളതും പഠിച്ചു വെച്ചേക്കുക. ഫോർ എക്സാമ്പിൾ 24, 32, 40 സെന്റിമീറ്റർ. ഇതിന്റെ ഇൻ റേഡിയസ് കണ്ടുപിടിക്കുക. ഓക്കെ, 24, 32, 40 സെന്റിമീറ്റർ ഇതിന്റെ ഇൻ റേഡിയസ് കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2018 മെയിൻസിന്.
27, 36, 45 സെന്റിമീറ്റർ. ഇതിന്റെ ഇൻറേഡിയസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ജസ്റ്റ് 9 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3, 4, 5 അല്ലെ. 3, 4, 5 ആണെങ്കിൽ നമുക്കറിയാം ഇൻറേഡിയസ് എത്രയാണ്? റേഡിയസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇൻറേഡിയസിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആൻസർ വിൽ ബി 9 സെന്റിമീറ്റർ. ഓക്കെ, ഫോർമുല ഒന്നും എഴുതണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. ആറാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ത്രീ ഹൈറ്റ്സ് തന്നിട്ടുണ്ട്. ഇഫ് ദ ത്രീ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ 12 സെന്റിമീറ്റർ, 18 സെന്റിമീറ്റർ ആൻഡ് 20 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റ്സ് തന്നിട്ടുണ്ട്. ഇൻറേഡിയസ് കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്ക് പറഞ്ഞായിരുന്നു. 1 by small r is equal to 1 by h1 plus 1 by h2 plus 1 by h3 അല്ലെ. അപ്പൊ ഹൈറ്റ്സ് തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണ്? 12, 18, 20. അപ്പം 1 by 12 plus 1 by 18 plus 1 by 20. 1 by 12 plus 1 by 18 plus 1 by 20. This is the answer. അപ്പൊ എങ്ങനെ ചെയ്യാം? LCM എടുത്താൽ മതി. LCM എടുക്കുമ്പോൾ എത്ര വരും? 18, 36, 6 into 3 into 5, 90. 180 എടുക്കാം അല്ലേ. 180 എന്ന് പറയുമ്പോൾ എത്ര വരും? 180 എടുക്കുമ്പോൾ 15 plus 10 plus 9 എന്ന് വരും. 25 plus 9, 34 divided by 180 എന്ന് വരും. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 17 by 90 എന്ന് വരും. 17 by 90 എന്ന് വരും. Therefore small r ആണ് ചോദിച്ചിരിക്കുന്നത്. small r is equal to reverse എഴുതുക 90 by 17 cm. 90 by 17 cm. Okay. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പെതുക്കെ ലെവൽ കൂട്ടും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? PQRS is a rectangle എന്ന് പറഞ്ഞിട്ടുണ്ട്. PQRS is a rectangle. റെക്ടാംഗിളിനെ കുറിച്ചൊന്നും വലിയ കൺസെപ്റ്റ് ഒന്നും വരുന്നില്ല, ആരെ പേടിക്കണ്ട. PQRS is എന്താണ്? റെക്ടാംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. PR എന്താണ്? ഡയഗണൽ ആണ്. ഇവിടെ ഒരു ഇൻസർക്കിൾ അവർ വരച്ചിട്ടുണ്ട്. ഈ 3 സൈഡിനെയും ടച്ച് ചെയ്ത് ഒരു ഇൻസർക്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു ഇൻസർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് ഇൻസർക്കിളും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും അല്ലെ. കാരണം ഈ സൈഡും സെയിം ആണ്, ഈ സൈഡും സെയിം ആണ്, ഈ സൈഡ് സെയിം ആണ്. അപ്പൊ ഈ രണ്ട് ഇൻസർക്കിൾ സെയിം തന്നെ ആയിരിക്കും. എന്താണ് ചോദിച്ചിരിക്കുന്നത്? PS equal to 60 സെന്റിമീറ്റർ എന്നുണ്ട്. PS equal to 60 സെന്റിമീറ്റർ. ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. PQRS ഇതാണ് PQRS. PS equal to 60 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. PQ equal to 11 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് AB ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് A, ഈ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് B. AB ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ AB ഈക്വൽ ടു എത്രയാണ് ആൻസർ? AB ഈക്വൽ ടു ഡയറക്റ്റ് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. 60 minus 11 ചെയ്താൽ മതി. ഡയറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും 49 സെന്റിമീറ്റർ. 49 സെന്റിമീറ്റർ വിൽ ബി യുവർ ആൻസർ. ഓക്കെ. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയോ. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ നമ്മളൊരു സെന്റർ എടുത്തു കഴിഞ്ഞാൽ അതിനെന്താണ്? ഇൻ സെന്റർ എന്ന് വിളിക്കാം അല്ലെ. ആ ഇൻ സെന്ററിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം റേഡിയസും ടാൻജന്റ് പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതും എന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആണ്. ഇത് സ്മോൾ ആർ ആണ്, ഇത് സ്മോൾ ആർ ആണ്. ഇത് ഓൾറെഡി 90 ഡിഗ്രി ആണ്. കാരണം റെക്ടാംഗിളിന്റെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പം ഇതും 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതൊരു സ്ക്വയർ ആയിട്ട് ആക്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഇത് സ്മോൾ ആർ ആണ്, ഇത് സ്മോൾ ആർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണെങ്കിൽ ഇത് 11 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 11 മൈനസ് ആർ അല്ലേ. ഇത് 11 മൈനസ് ആർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്തായിരിക്കും? 11 മൈനസ് ആർ ആയിരിക്കും. സിമിലർലി ഇവിടെയും 6 തന്നെയാണ് റേഡിയസ്. ഞാൻ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് റേഡിയസ്, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. സോ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് ടോട്ടൽ 60 ആണ്. ഇത് R ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 60 മൈനസ് ആർ ആയിരിക്കും അല്ലെ. ഈ ഡിസ്റ്റൻസ് 60 മൈനസ് ആർ ആണെങ്കിൽ ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഈ സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ലൈൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചാലും
ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചാലും ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഈ രണ്ട് ലൈനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 60 - r ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 60 - r ആയിരിക്കും അല്ലെ? അപ്പൊ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കുറച്ചാൽ പോയി. അപ്പൊ 60 - r 11 - r എന്ന് വരും. 60 - r -11 - r എന്ന് വരും. -r + r ക്യാൻസൽ ആയി പോകും. 60 - 11 = 49 സെന്റിമീറ്റർ എന്ന് ആൻസർ വരും. അപ്പൊ ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങൾ ഇത് പഠിച്ചു വെച്ചേക്കുക. എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻസിനകത്ത് വരുവാണെങ്കിൽ ഡയറക്റ്റ് ടക്കനെ അടിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 8ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. 8ാമത്തെ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ സംഭവത്തിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നുണ്ട് ഈ ഇടയ്ക്ക്. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിള്, ഇതിനകത്തൊരു ഇൻസർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ ഇൻസർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. PQ എന്ന് പറയുന്ന ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ABCPQ. അതിനകത്ത് AB തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ, AC തന്നിട്ടുണ്ട് 11 സെന്റിമീറ്റർ ആൻഡ് BC തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ APQ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ APQ, ഈ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ അല്ല, പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ APQ, ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊരു ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ്? 11 + 8 - 4. ഓക്കെ, പെരിമീറ്റർ പഠിച്ചു വെച്ചേക്കുക. ഷോർട്ട് കട്ട് 11 + 8 - 4. 19 - 5 = 14 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, ഇനി അതിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയോ. AB തന്നിട്ടുണ്ടല്ലേ. AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്കറിയാം ഓൾറെഡി ഈ P എന്ന് പറയുന്ന പോയിന്റ്, ഞാൻ ഈ പോയിന്റിന് ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ് D എന്നും, ഈ പോയിന്റിന് ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ് E എന്നും. ഓക്കെ, ഇനി APQവിന്റെ പെരിമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് AP വരെ നമുക്കറിയാം അല്ലെ. AB വരെ നമുക്കറിയാം. ഈ ബാക്കി ഡിസ്റ്റൻസ് ആണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടെയും ഈ ബാക്കി ഡിസ്റ്റൻസ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഈ P മുതൽ D വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരച്ചേക്കുന്ന ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഈ PDയും ഞാൻ ഈ ഒരു പോയിന്റിന് ജസ്റ്റ് F എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ PFും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഞാൻ കുറെ വട്ടം കൊണ്ട് പറയുന്നു, എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന PDയും PFും ഈക്വൽ ആയി അല്ലെ. അതുപോലെ തന്നെ QEയും QFും ഈക്വൽ ആയി. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും കൂടെ കിട്ടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയി അല്ലെ. പിന്നെ നമുക്ക് വ്യത്യാസം വരുന്ന എന്താണ്? BD നമുക്ക് എക്സ്ട്രാ കിടക്കുന്നു അല്ലെ. ഈ BDയിലോട്ട് നിങ്ങളൊന്ന് നോക്കിയേ. ഈ സർക്കിളിലേക്ക് ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ അല്ലേ. അപ്പൊ ഈ BDയും ഇവിടെ ഞാൻ ഒരു പോയിന്റിന് ജസ്റ്റ് J എന്ന് കൊടുത്തു കഴിഞ്ഞാൽ BD = BJ ആണ് അല്ലെ. കാരണം അതും എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന അതേ ലൈൻ തന്നെയാണ്. അതുപോലെ തന്നെ CE = CJ ആണ്. രണ്ടും ഈക്വൽ അല്ലേ. ഈ രണ്ട് ലൈൻസ് ഈക്വൽ ആയിരിക്കും, ഈ രണ്ട് ലൈൻസ് ഈക്വൽ ആയിരിക്കും. Therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ APQ എന്ന് പറയുമ്പോൾ AP വരെ ആഡ് ചെയ്തു അല്ലെ, പ്ലസ് AQ വരെ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് PQ അല്ലേ. PQ എന്ന് പറയുമ്പോൾ PDയും വരും QEയും വരും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ APQ എന്ന് പറയുമ്പോൾ ADയും AEയും കൂടെ സം ചെയ്താൽ മതി അല്ലെ. ADയും AEയുടെ സം ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ABയും ACയും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ABയും ACയും ഈ ഡിസ്റ്റൻസും എന്ത് ചെയ്താൽ മതി? കുറയ്ക്കാൻ ഈ BC അങ്ങ് കുറച്ചാൽ പോരെ. കാരണം ഇതിന്റെയും സമ്മാണ് BC അല്ലെ. അപ്പം ഈ BC ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് രണ്ടും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ BC അങ്ങ് കുറച്ചാൽ മതി. Therefore APQവിന്റെ പെരിമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ APQ = 11. ഈ 8 സെന്റിമീറ്റർ പ്ലസ് ഈ 11 സെന്റിമീറ്റർ മൈനസ് 5 സെന്റിമീറ്റർ. 8 + 11 19 - 5 = 14 സെന്റിമീറ്റർ. ഇതാണ് കൺസെപ്റ്റ് വൈസ്. പക്ഷെ ഇത് നിങ്ങൾ ഷോർട്ട് കട്ട് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. കാരണം ഇത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നിട്ട് ഇവിടെ ഒരു സർക്കിൾ ഒക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ രണ്ട് ഡിസ്റ്റൻസ് ആയിരിക്കും ABCDE.
ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും 2AD ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ 2A ആയിരിക്കും. ഇവിടെ ADയും AEയും ഈക്വൽ ആയിരിക്കും. കാരണം A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് വരയ്ക്കുന്ന എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് ആണ്, എക്സ്റ്റേണൽ ടാൻജന്റിന്റെ ഡിസ്റ്റൻസ് ആണ് ADയും AEയും. അപ്പൊ ഏരിയ ഓഫ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC ചോദിച്ചു കഴിഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് പറയാം, 2AD എന്ന് പറയാം. 2AD അല്ലെങ്കിൽ 2AE എന്ന് പറയാം. ഓക്കെ, അത് ഈ കൺസെപ്റ്റിൽ നിന്നാണ് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൂടെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഈ ക്ലാസ്സിനകത്ത് ഇൻസെന്ററിനെ കുറിച്ച് ഒരുപാട് നല്ല കിടിലൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇൻസെന്ററിന്റെ കംപ്ലീറ്റ് ഡൗട്ട്സും മാറും. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലാരിറ്റി ആവും ഇൻസെന്ററിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ 2017 മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2017 ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ്, കൺസെപ്ച്വൽ വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് കൺസെപ്ച്വൽ വൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ഇപ്പൊ എന്താണ്, കൂടുതലും കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അതുപോലെ തന്നെ ഇൻസെന്ററിന് നമ്മൾ എല്ലാ പാറ്റേണും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2017 ക്വസ്റ്റ്യൻ ആണ്. ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ ABC ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അതിൽ ആംഗിൾ B 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ACB ഈ ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. അപ്പൊ ഇത് 90 ആണ്, ഇത് 60 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 30 ഡിഗ്രി അല്ലെ? 60, 30, 90. ഇനി എന്താണ് പറയുന്നത്? ഇഫ് ദ റേഡിയസ് ഓഫ് ദ സ്മോളർ സർക്കിൾ 2 സെന്റിമീറ്റർ. റേഡിയസ് ഓഫ് ദ സ്മോളർ സർക്കിൾ, ചെറിയ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാണ്? 2 സെന്റിമീറ്റർ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സ്മോളർ സർക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? നോക്കിക്കോ, ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് ഈ സെന്ററിൽ കൂടെ പാസ് ചെയ്യില്ലേ? കാരണം ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻ സർക്കിൾ ആണ് അല്ലെ? ഈ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ എന്താണ്? ഇൻ സർക്കിൾ ആണ്. അപ്പം ഇതിന്റെ ഇൻ സെന്ററിൽ കൂടെ ഞാൻ ഇവിടെ നിന്ന് ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ സെന്ററിൽ കൂടെ തന്നെ പാസ് ചെയ്യും അല്ലെ? ഇതിന്റെ സെന്ററിലും പാസ് ചെയ്യും. ഇതിന്റെ സെന്ററിൽ കൂടെ ആണെങ്കിൽ സിമെട്രി വഴി ഇതിന്റെ സെന്ററിൽ കൂടെയും പാസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ 60 ഡിഗ്രി ആണെങ്കിൽ ഇത് ആംഗിൾ ബൈസെക്ടർ ആകുമ്പോൾ എത്രയായിട്ട് മാറി? ഇത് 30 ഡിഗ്രി ആയിട്ട് മാറി. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ലൈൻ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ്? 90 ഡിഗ്രി ആണ്. കാരണം എന്താണ്? റേഡിയസും ടാൻജന്റും 90 ഡിഗ്രി. ഇത് 30, ഇത് 90 ആണ്. അപ്പൊ ഇത് എത്ര ആയിരിക്കും? 60 ഡിഗ്രി അല്ലെ? അപ്പൊ ഇൻ കേസ് ഓൾറെഡി നമുക്കറിയാം ഇത് എത്രയാണ്? 2 സെന്റിമീറ്റർ എന്നറിയാം. അപ്പൊ നിങ്ങൾ നോക്കിക്കോണം. ഇനി ഞാൻ 30, 60, 90 ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ് വെച്ചായിരിക്കും ഇതൊക്കെ നമ്മൾ ട്രിഗണോമെട്രിക്കകത്ത് പഠിക്കും. പക്ഷെ ഞാനിപ്പോ ഇവിടെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 30യുടെ ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണ്. 90യുടെ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? 4 സെന്റിമീറ്റർ അല്ലെ? 30യുടെ ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? 4 സെന്റിമീറ്റർ അല്ലെ? ഇനി ഇത് 4 സെന്റിമീറ്റർ, ഇത് ഓൾറെഡി നമുക്കറിയാം 2 സെന്റിമീറ്റർ അല്ലെ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാത്തത്. ഇതിന് ഞാൻ ജസ്റ്റ് സ്മോൾ ആർ എന്ന് കൊടുക്കുന്നു. ഇതിവിടെയും എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസും സ്മോൾ ആർ ആയിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കിയോ, ഇവിടെ മുതൽ ഇവിടം വരെ 4 സെന്റിമീറ്റർ. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, റേഡിയസ് ആണ് 2 സെന്റിമീറ്റർ. ഇതിന് ഞാൻ സ്മോൾ ആർ എന്ന് കൊടുത്തു. ഈ സർക്കിളിന്റെ റേഡിയസ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട സർക്കിളിന്റെ റേഡിയസ്, ഇതും സ്മോൾ ആർ ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെയും ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട്. 30, 60, 90 ട്രയാങ്കിൾ, ഒരു വലിയ ട്രയാങ്കിൾ അല്ലെ? ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് സ്മോൾ ആർ ആണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരേണ്ടത്? 2r. അപ്പൊ ആ വലിയ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെ 2r ആയിരിക്കും വരേണ്ടത് അല്ലെ? പക്ഷെ നമുക്കറിയാം അവിടെ മുതൽ എവിടം വരെ എത്രയാണ്? 4 സെന്റിമീറ്റർ പ്ലസ് 2 സെന്റിമീറ്റർ പ്ലസ് r ആണ്. അതിപ്പോ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ പ്ലസ് 2 സെന്റിമീറ്റർ പ്ലസ് r. സോ ആറും ആറൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ എന്ന് വരും. Therefore ലാർജർ സർക്കിളിന്റെ റേഡിയസ് എത്ര വന്നു? 6 സെന്റിമീറ്റർ എന്ന് വന്നു. എന്ത് എളുപ്പമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കി. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്? സിമിലാരിറ്റി വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്ത് വരുന്നുണ്ട്? ട്രിഗണോമെട്രി വരുന്നുണ്ട്. ഓക്കെ, ഇൻസെന്ററിനെ കുറിച്ച് മാത്രമല്ല ഇവിടെ വരുന്നത്, പല ക്ലാസ്സും വരുന്നുണ്ട് മിക്സ് ചെയ്ത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതോടെ പറഞ്ഞ് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാക്കിയുള്ള 15 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ഇല്ലേ, ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോകും. അപ്പൊ നോക്കിക്കോ, അടുത്ത ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ കേസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കുക. ഇതും 2017 മെയിൻസിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ 2017 മെയിൻസിന് വന്നപ്പോൾ ഈ ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു. അതിന്റെ മാർക്ക് എല്ലാവർക്കും കിട്ടി. അപ്പൊ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഇതിന്റെ മേളിലോട്ട് നമുക്ക് കുറെ സർക്കിൾസ് വരയ്ക്കാം. ഇങ്ങനെ കുഞ്ഞു സർക്കിൾസ് വരയ്ക്കാം. ഓക്കെ,
അപ്പൊ ഇതെല്ലാം ടച്ച് ചെയ്ത് പോകുന്ന സർക്കിൾസ് ആണെങ്കിൽ ഈ സർക്കിളിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 1/3 ആയിരിക്കും. ഓക്കെ, ഇതിന്റെ മുകളിലത്തെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 1/3 ആയിരിക്കും. അപ്പൊ ഈ 1/3 ആയിട്ടായിരിക്കും ഈ റേഡിയസ് എല്ലാം പോകുന്നത്. റേഡിയസ് എല്ലാം 1/3 ആയിട്ട് പോവുകയാണെങ്കിൽ ഏരിയ എത്രയായിരിക്കും പോകുന്നത്? അതിന്റെ സ്ക്വയർ ആയിരിക്കും അല്ലെ? അപ്പൊ 1/9 ആയിരിക്കും. അപ്പൊ ഇനി അതെങ്ങനെയാണ് കൺസെപ്റ്റ് വരുന്നതെന്ന് നോക്കിയോ. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്. ആ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഒരു ഇൻസർക്കിൾ ഉണ്ട്. ഇതിന്റെ മേളിൽ ഞാൻ ജസ്റ്റ് ഒരു സർക്കിൾ മാത്രം ഇപ്പൊ തൽക്കാലത്തേക്ക് വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ജസ്റ്റ് അതിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. ഇക്വലാറ്റർ ട്രയാങ്കിൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇവിടെ നിന്ന് നമ്മൾ ഒരു ലൈൻ വരച്ചു, അതിന് പാരലായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നെ ആയിരിക്കും. അതൊക്കെ ഞാൻ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ കേസിൽ പറയും. ഓക്കെ, നമുക്ക് പക്ഷെ അതൊന്നും പ്രശ്നമല്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഹൈറ്റ് വരച്ചു. ഓക്കെ, ഹൈറ്റ് വരച്ചു. ഞാൻ ജസ്റ്റ് ഈ ഹൈറ്റിന് എന്ത് ചെയ്തു? 6 സെന്റിമീറ്റർ എന്ന് അസ്യൂം ചെയ്തു. 6 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു ഹൈറ്റ് എന്ന് ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്തു. ഞാൻ ഒരു വാല്യൂ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇക്വലാറ്റർ ട്രയാങ്കിളിന് ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇൻസെന്ററും സർക്കം സെന്ററും ഓർത്തോ സെന്ററും സെൻട്രോയിഡും എല്ലാം ആ പോയിന്റിൽ തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ ആ പോയിന്റ് സെൻട്രോയിഡ് ആണെങ്കിൽ അത് മീഡിയനെ 2:1 റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു 6 സെന്റിമീറ്റർ ആണെങ്കിൽ 6 സെന്റിമീറ്ററിനെ 2:1 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പാർട്ടാണ് 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 2 പാർട്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? 4 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെ 4 സെന്റിമീറ്ററും ഇവിടെ മുതൽ ഇവിടം വരെ 2 സെന്റിമീറ്ററും ആയിരിക്കും. ഇതിൽ ഈ 2 സെന്റിമീറ്റർ എന്താണ്? ഇൻ റേഡിയസ്. അതും നിങ്ങൾക്കറിയാം. 4 സെന്റിമീറ്റർ എന്താണ്? സർക്കം റേഡിയസ്. അത് ഇപ്പൊ വേണ്ട. ഇപ്പൊ ഈ 2 സെന്റിമീറ്റർ നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഇൻ റേഡിയസ്. ഇനി ഒരു കാര്യം ഇവിടെ നോക്കിക്കോ, ഇത് 6 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പൊ ഇവിടെയും നമുക്ക് കട്ട് ചെയ്യാലോ. ഇത് 2 സെന്റിമീറ്റർ. ഇവിടെ വരെ ഇവിടെ എത്ര ആയിരിക്കും? ഇതും 2 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലെ? ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെന്റിമീറ്റർ തന്നെ ആയേ പറ്റുള്ളൂ. അപ്പം എഗെയിൻ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഹൈറ്റ് നമുക്ക് കിട്ടി 2 സെന്റിമീറ്റർ അല്ലെ? 2 സെന്റിമീറ്റർ കിട്ടി. അതായത് ടോട്ടൽ 6 സെന്റിമീറ്റർ എടുത്തു നമ്മൾ. ഇവിടെ മുതൽ ഇവിടം വരെ 4 എടുത്തു. ഇവിടം വരെ 2 ആണ്, ബാക്കി എത്രയാണ്? 4 ആണ്. therefore ഈ ഹൈറ്റ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് 4 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ബാക്കി എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും അല്ലെ? ഇനി ഇത് ടോട്ടൽ 2 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എത്ര പറയാം? 2 സെന്റിമീറ്റർ ആണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 6 സെന്റിമീറ്റർ കൊടുക്കണ്ടായിരുന്നു അല്ലെ? പോട്ടെ, 2 സെന്റിമീറ്ററിനെ അഗെയിൻ 2:1 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 2/3 into 1 എന്ന് വരും അല്ലെ? 2/3 into 1 സെന്റിമീറ്റർ എന്ന് വരും. അതായത് ഇതിന്റെ സ്മോൾ ആറിന്റെ കാര്യമാണ് പറയുന്നത്. ഈ ടോട്ടൽ ഹൈറ്റ് 2 സെന്റിമീറ്റർ ആയിരുന്നു. ആ 2 സെന്റിമീറ്ററിനെ 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ സ്മോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ സർക്കിളിന്റെ സ്മോൾ ആർ അല്ലെ? നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ സർക്കിളിന്റെ എല്ലാം ഇൻ റേഡിയസിന്റെ ബന്ധമാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇൻ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 പാർട്ടാണ് അല്ലെ? ആ 1 പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ 2 ഡിവൈഡഡ് ബൈ 3 പാർട്ട് ഇൻറ്റു 1 അല്ലെ? അപ്പൊ നമുക്ക് ഈ സ്മോൾ ആർ, ഇതിനെ ജസ്റ്റ് ക്യാപിറ്റൽ ആർ എന്ന് എഴുതുവാണ്. ഈ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു എത്ര കിട്ടി? 2 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഈ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 2/3 സെന്റിമീറ്റർ. therefore റേഡിയസ് എത്രയായിട്ട് മാറി? 1/3 ആയിട്ട് മാറി അല്ലെ? നിങ്ങൾക്ക് ഡയറക്റ്റ് പെട്ടെന്ന് മനസ്സിലായി. 1/3 ആയിട്ട് റേഡിയസ് മാറി. എഗെയിൻ നമ്മൾ ഇവിടെ ഒരു സർക്കിൾ പുട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അറ്റത്ത് നമുക്ക് കുറെ സർക്കിൾ, ഇൻഫിനിറ്റി ഓഫ് സർക്കിൾസ് വെക്കാം. എഗെയിൻ ഇവിടെ ഒരു സർക്കിൾ വെക്കുകയാണെങ്കിൽ ഈ റേഡിയസിന്റെ 1/3 ആയിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഈ വലിയ റേഡിയസിന് 1/9 ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതാ എപ്പോഴും ഒരു കാര്യം ആലോചിച്ച് വെച്ചേക്കുക. ഇൻക്യുലാറ്റർ ട്രയാങ്കിളിൽ നമ്മൾ സർക്കിൾ ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഈ റേഡിയസിന്റെ 1/3 ആയിരിക്കും ഇവിടെ, ഇതിന്റെ 1/3 ആയിരിക്കും അഗെയിൻ അടുത്ത സർക്കിൾ. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ കുറെ കൺസെപ്റ്റും കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വീഡിയോ. നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ളവർ കൂടെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിനകത്ത് 2 സെന്റിമീറ്റർ 2/3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് ഫസ്റ്റ് വലിയ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ 1422 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. അതായത് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ 14, ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലല്ലോ,
ഏരിയ ഓഫ് ദ ലാർജർ സർക്കിൾ ഏരിയ തന്നിട്ടുണ്ട് 1422 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. അപ്പൊ ലാർജർ സർക്കിളിന്റെ 1422 ആണെങ്കിൽ സ്മോളർ സർക്കിളിന് എത്ര ആയിരിക്കും? 1/9 ആയിരിക്കും അല്ലെ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്മോളർ സർക്കിളിന്റെ റേഡിയസ് 1/3 ആയി കഴിഞ്ഞാൽ ഏരിയ എന്തായിട്ട് മാറും? 1/9 ആയിട്ട് മാറും. നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനകത്ത് പഠിക്കുന്നതാണ് അല്ലെ. അപ്പം ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ, സ്മോളർ സർക്കിൾ എന്ന് പറയുമ്പോൾ 1422 ഡിവൈഡഡ് ബൈ 9, 14, 52 എന്ന് പറയുമ്പോൾ 5, 45, 72 എന്ന് പറയുമ്പോൾ 8, 158 സെന്റിമീറ്റർ സ്ക്വയർ വരും. ഓക്കെ, സ്മോളർ സർക്കിളിന്റെ റേഡിയസ് എത്ര വന്നു? 158 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം ഇത്രയേ ഉള്ളൂ ക്ലാസ്. നമ്മളിപ്പോൾ വെച്ച് നിർത്തുകയാണ്. കാരണം പാർട്ട് 1 അടുത്ത പാർട്ട് 2വിനകത്ത് ബാക്കി 15 ക്വസ്റ്റ്യനോടെ നമ്മൾ ചെയ്യും. ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇൻസെൻറ്ററിന്റെ മാക്സിമം കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കൺസെപ്റ്റുകൾ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഇവിടെ വെച്ച് നിർത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷീറ്റിലെ ബാക്കി 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? വിഷമിക്കേണ്ട, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഉടനെ നാളെയോ മറ്റന്നാളോ അടുത്ത വീഡിയോ വരും. അപ്പോൾ അതിനകത്ത് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇൻസെൻറ്ററിനെ കുറിച്ച് ഒരു ക്ലിയർ കൺസെപ്റ്റ് കിട്ടും. കാരണം ഒരുവിധ എല്ലാ കൺസെപ്റ്റും ഡീറ്റെയിൽസും അതിന്റെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ഈ ഷീറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഈ ക്ലാസ് ഷെയർ ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഒരുവിധ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നും നമുക്ക് ജോമെട്രി എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകളൊക്കെ ഒരു 7-8 മണിക്കൂർ കൊണ്ടാണ് ഒരുവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം പഠിപ്പിച്ച് തീർക്കുന്നത്. പക്ഷെ നമ്മൾ വളരെ വാസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മൾ ഓരോ ടോപ്പിക്കും മിസ് ചെയ്ത് എന്ന് പറഞ്ഞ് ഒരുപാട് ആവശ്യമില്ലാത്തൊന്നും എടുക്കുന്നില്ല. SSCക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എടുക്കും. ഇൻസെൻറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതെല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതും. അപ്പോൾ എല്ലാവരും അറിയുക, ഇൻസെൻറ്ററിൻ്റെ ക്ലാസ് കാണുക, ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ.